ഹായ് ഗായ്സ്, ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ ഈ വിസ്പറും ഈ മെൻസസ് കപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറയാൻ പോകുന്നത് കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് ഇതിനകത്ത് ഏതായിരുന്നു എന്ന് നിങ്ങളോടുമായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു. ഒത്തിരി പേർക്ക് ഡൗട്ടുകൾ പല വീഡിയോകളും കാണുന്നുണ്ട്, എങ്കിലും ചിലവർക്ക് ചില ഡൗട്ടുകൾ ഇനിയും ബാക്കി ഉണ്ടായിരിക്കാമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഈ വിസ്പർ എന്ന് പറയുന്ന സാധനം സത്യം പറയട്ടെ എനിക്കിപ്പോൾ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം ഞാൻ അത്രയ്ക്ക് ഇത് വെച്ചിട്ടും അനുഭവിച്ചു. അത്രയും ബ്ലീഡിങ് ആയിട്ട് ഒത്തിരി നല്ല ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം വെക്കുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതിന് 32 രൂപയാണ്. ഈ 32 രൂപ ഒരു ദിവസം നമുക്ക് ഈ ഒരു പാക്കറ്റിനകത്ത് 6 പീസുണ്ട്. അപ്പം ഈ 6 പീസിനകത്ത് നമുക്ക് പോരാ, മതിയാവില്ല. ഇത്രയും രൂപ നമ്മൾ മുടക്കുകയാണ്. 32 രൂപ പോരാ ഒരു ദിവസത്തേക്ക്. എന്തായാലും ഈ ഒരു പാക്കറ്റ് പോരാ, അത്രയ്ക്ക് നല്ല ബ്ലീഡിങ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് ആ പൈസ നഷ്ടവും വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഗുണം. ഇതിനെന്താണ് ഗുണമുള്ളത്? കുറച്ചു നേരത്തേക്ക് ഓക്കെ നമുക്ക് ഇത്തിരി ഒരു ഇതൊക്കെയാണ്, പക്ഷേ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്തായാലും 1 മണിക്കൂറിന് അങ്ങോട്ട് പോകണ്ട, 1/2 മണിക്കൂർ മതി. 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ പിന്നെയും ടോയ്ലറ്റിൽ കാണാം. അത് കയറി പിന്നെയും നമ്മളൊന്ന് ഫ്രഷായി വരുമ്പോൾ പിന്നെയും കുറെ കഴിയുമ്പോൾ പിന്നെയും നമ്മളൊന്ന് പോകണം. അപ്പം നമുക്കിത് ബ്ലീഡിങ് അത്രമാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒട്ടും യൂസ്ഫുൾ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കിത് ഒട്ടും യൂസ്ഫുൾ അല്ലായിരുന്നു. ഇത് വച്ചിട്ടും യാതൊരു ഇതും തോന്നിയില്ല. കാരണം എവിടെയെങ്കിലും പോയിരുന്നാൽ ആയോ പുറകിലായോ എവിടെയെങ്കിലും ഇരുന്നിടത്തായോ എന്നുള്ള ടെൻഷൻ മൂലം മാത്രമാണ് ഒന്നാമതേ നമ്മുടെ മൈൻഡ് ആ ടൈമിങ് നമുക്ക് വയറുവേദനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമുക്കുള്ള ടെൻഷൻ കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഇത് നമ്മൾ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു ഇറിറ്റേഷൻസ് വേറെയാണ്. ആയോ അതിന്റെ ഒരു ടെൻഷൻ അടിക്കണം, എവിടെയെങ്കിലും പോയാലും അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട വരുന്ന ഒരു സാധനമാണ് ഈ വിസ്പർ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഈ മിടുക്കനായ ഞാനിപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്നത് സിൽക്കോണ്ട തന്നെ ആയിട്ടുള്ള നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. ഈ മെൻസസ് കപ്പാണ്. ഈ മെൻസസ് കപ്പ് ഇതായതുപോലെ ചിലവർക്ക് നല്ല തുണിയിൽ കവറിൽ കിട്ടും. ഇതുപോലെയാണ് കിട്ടിയത്. ഞാനിതിപ്പോൾ എടുത്ത് നല്ലതാണ്. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലും പോയാൽ തന്നെ ഈ വിസ്പർ ആണെങ്കിൽ ലീക്കായി കഴിഞ്ഞ് എവിടെയെങ്കിലും കയറുമ്പോൾ ഇത് എവിടെ നിക്ഷേപിക്കും, എവിടെ കൊണ്ടുവരണം, അവിടെ ഇടല് ഇവിടെ ഇടല്, അത് ബ്ലോക്ക് ആകും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ അതൊന്നും നമുക്ക് ഒരുമാതിരി ഇറിറ്റേഷൻസ് തരുന്ന ഒന്ന് തന്നെയാണത്. അതേസമയം ഈ മെൻസസ് കപ്പിലാണെങ്കിൽ നമുക്ക് അതൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല. ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്കിത് നോക്കുക, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെയുള്ള പർപ്പിൾ, ഗ്രീൻ, വൈറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇതിനകത്ത് പറയുന്നത് 10 ml, സ്മോള് 10 ml പിന്നെ മീഡിയം 15 ml, ലാർജ് 25 ml. അത്രയും ക്വാണ്ടിറ്റിയിൽ അത്രയും ഇത് അബ്സോർവ് ചെയ്യും എന്നാണ്. കാരണം നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒത്തിരി പേർക്ക് അറിയാം. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ കപ്പ് വെച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇരിക്കാനോ നിൽക്കാനോ സത്യം പറയട്ടെ ഞാൻ ഒരു ടൈം മറന്നു പോലും പോയിട്ടുണ്ട്. പീരിയഡ്സ് ആയിരുന്നോ എന്ന് പോലും ഒരു ദിവസം മറന്നുപോയി. അതുപോലെ നമുക്ക് അത്രയും കംഫർട്ടായിട്ട് തന്നെ തോന്നുന്ന ഒന്ന് തന്നെയാണ് ഈ മെൻസസ് കപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുത്തു മാറ്റാം, എങ്ങനെ എടുത്തു മാറ്റുന്ന ഇറിറ്റേഷൻസ് വിളിക്കും നമ്മൾ ഒത്തിരി. അതേസമയം ഇതാകുമ്പോൾ വളരെയധികം എന്താ പറയുക, നമുക്ക് യൂസ്ഫുള്ളാണ്. നമ്മളെ അത്രയും കംഫർട്ട് ചെയ്ത് നമുക്ക് ലീക്ക് ആവുന്നില്ല, നമ്മൾ പേടിക്കേണ്ട ടൈമിംഗ് ഇല്ല. നമുക്ക് എവിടെ പോയാലും നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇത് വെച്ച്. കാരണം എനിക്ക് അത്രയും യൂസ്ഫുള്ളായി തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടാം എന്ന് വെച്ചത്, ഒരു പങ്കുവെക്കാം എന്ന് വിചാരിച്ചത്. ഒത്തിരി പേർക്ക് പേടിയുണ്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിനൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒത്തിരി പേര് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒത്തിരി പേർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു കാര്യം. കാരണം വേറെ ഒന്നുമില്ല, ഉള്ളിലെ പേടി മൂലമാണ്. ചിലവർക്ക് ഇത് അബ്സോർവ് ഇങ്ങനെ നമുക്ക് പുഷ് ചെയ്തിങ്ങനെ ഇത് വയ്ക്കുന്ന ടൈമിങ് ചിലവർക്ക് അത് കയറില്ല. കാരണം വേറെ ഒന്നുമല്ല, അവർക്കത് ഉള്ളിൽ പേടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞ് ചിലവർ അത് അങ്ങനെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
നമ്മൾ കൂളായിട്ട് വളരെ കാമായിട്ട് ഇരുന്ന് വളരെ കൂളായിട്ടിരുന്ന് ചെയ്യേണ്ട ഇത് തന്നെയാണ്. പക്ഷെ പിന്നെ പിന്നെ പോകെ നമുക്ക് വളരെയധികം നമുക്കത് ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 2 വട്ടം വയ്ക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻസ് എന്തായാലും ചിലവർക്ക് തോന്നും, ചിലവർക്ക് തോന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയ ഒരു കാരണം തന്നെ ഞാനാണെങ്കിൽ അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം വയ്ക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പൊസിഷനിൽ വയ്ക്കുന്നത് ഇതുപോലെ വെക്കും. ഇതുപോലത്തെ വെക്കാം. നമുക്ക് പൊസിഷനിൽ ഇതുപോലെ ഒരു കൈ മടക്കി ഇങ്ങനെ ഇതുപോലെ വെച്ചാൽ മതി. ഇങ്ങനെ വെക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ. ഈ ഒരു പൊസിഷനിലാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് വലിയ വിഷയമില്ല. പിന്നെ ഒരു കാര്യം, അത് തിരിച്ച് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ വെച്ച് നമ്മളങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇത്രയും സെറ്റായിരിക്കുവാണ്. അതിനുശേഷം നമ്മളത് വലിക്കുന്ന ടൈമിങ് ഇങ്ങനെ ആരും വലിക്കാൻ നോക്കരുത്. കാരണം വലിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കാം. പക്ഷേ നമ്മുടെ ഡോക്ടർമാർ പോലും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യൂടാ. നമുക്ക് ഇവിടെ നമ്മുടെ യൂട്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്തായാലും അല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ ഇത് ഒരു വോക്കപ്പ് പോലെയാണ് ഇവിടെ അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആ യൂട്രസ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നാലോ. അത് ചിലവർ പറയുന്നുണ്ട് ഗർഭപാത്രം ചിലപ്പോൾ താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഒരാൾ പറയുന്നത് പോലെ കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് ചെയ്തിട്ട് ഈ കൈ ഇതുപോലെ ഇവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇതുപോലെ ഇവിടെ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഓൾറെഡി അതെങ്ങനെ ആവും തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ടോയ്ലറ്റ് ഒഴിച്ച് കളയാം. ഇത് എവിടെ നിക്ഷേപിക്കണം എന്നുള്ള ടെൻഷനും വേണ്ട. മറ്റേതാണെങ്കിൽ ഭയങ്കര പ്രശ്നവുമാണ്. അപ്പം ഏറ്റവും യൂസ്ഫുള്ളാണ്. നമുക്കിത് എത്ര വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഓരോ ഇതിനും നമുക്ക് ഓരോന്നാണ്. 1 വർഷത്തിൽ കൂടുതൽ നമുക്ക് 1, 2, 3 വർഷം നമുക്ക് ഓരോന്നും നമ്മുടെ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഓരോരുത്തരും ഓരോ കമ്പനിക്ക് ഓരോ വർഷം വെച്ച് യൂസ് ചെയ്യാന്ന് ഉള്ളതുകൊണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായി തോന്നിയ ഒന്നാണ് ഇത്. അത്രയും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.